വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. ഞങ്ങളുടെ വീടിന്റെ ബാക്കിലുള്ള നാരകമാണ്. നിറയെ നാരങ്ങയുണ്ട്, കുഞ്ഞു 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 നാരങ്ങ. പക്ഷെ ഞാനിത് ഒന്നുപോലും വലുതായിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. വേണ്ട ചെറിയ നാരങ്ങ. മുള്ളുണ്ട് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് വലുതാകുമ്പോഴത്തേന് ആൾക്കാർ പൊട്ടിച്ചോണ്ട് പോവാണോ എനിക്കറിയില്ല. പക്ഷെ ഇത് പഴുത്ത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ക്രിസ്മസ് അല്ല ഇങ്ങോട്ട് വരുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്ന വിഭവങ്ങളാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ഒരു അപ്പമാണ്. അപ്പം ഒരു ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ഒരപ്പം, ചെറിയ എന്താ പറയുക, ഉഴുന്നിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പവും ഒരു സ്റ്റൂ ആണ്. ഞാൻ ശരിക്കും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഇരുന്നത് അപ്പം, പക്ഷെ അത് ഭയങ്കര ലെങ്തി ആവും വിചാരിച്ചിട്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നിങ്ങൾ കണ്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ കപ്പിൽ 2 കപ്പ് അരി എടുത്ത് കേട്ടോ, അതായത് 250 ml. പിന്നെ നമ്മൾ ഉഴുന്നാണ് എടുക്കുന്നത് അപ്പത്തിന് കേട്ടോ. ഈസ്റ്റ് ചേർക്കുന്നില്ല, ഉഴുന്നാണ്. ഉഴുന്ന് ഒരു പിടി മതി. ഇതൊരു 1/4 കപ്പ് ഇല്ല, 1/4 കപ്പ് ഉഴുന്നില്ല. അത് നമുക്ക് അരിയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശയ്ക്കും അതുപോലെ അപ്പത്തിനൊക്കെ അരയ്ക്കാൻ ഇടുമ്പോഴത്തേന് നമ്മൾ കുതിരാനിടില്ല. അപ്പോഴത്തേന് അത് നല്ലപോലെ കഴുകിയിട്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം, അതിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തോടു കൂടി അരയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ മയം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശരി, അത് കറക്റ്റാണ്. പിന്നെ അതുപോലെ ഇത് ഞാൻ അരി ഉഴുന്നും ഒരുമിച്ച് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു അരമുറി തേങ്ങ ഒരു മീഡിയം സൈസ് തേങ്ങ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തൊട്ട് 4 ടീസ്പൂൺ അല്ലല്ല, ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. ചോറ് അധികം ആയ പശപ്പുണ്ടാവും കേട്ടോ, അപ്പോൾ അത് നോക്കി വേണം ചേർക്കാനായിട്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. ഞാനൊരു 4 മണിക്കൂറൊക്കെ കുതിരാൻ വെച്ചിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അരയ്ക്കുമ്പോഴും അധികം എന്ന് വെച്ചാൽ ഒരു ചെറിയ തരി വേണേ, എന്ന് വെച്ചാൽ നല്ല തരി എന്നല്ല, ഒരു ചെറിയ, നമ്മൾ ആ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെയല്ല, അവർക്ക് ചെറിയ അപ്പത്തിൻ്റെ ഒരു ചെറിയ തരി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. ഇത് ഇന്നലെ ഞാൻ ഇത് ചെയ്ത് വെച്ച, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഫെർമെൻറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേന് ഞാൻ വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായില്ല, അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. നല്ല ഫെർമെൻറ്റഡ് ആയിട്ട് ഇരുന്ന മാവാണ് കേട്ടോ. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല, വെറും ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉഴുന്ന്, തേങ്ങ, അല്പം ചോറ്, പിന്നെ കുറച്ച് പഞ്ചസാര, ഇത്രയും മാത്രമാണ്. പിന്നെ അരി, ഇത്രയും മാത്രം ചേർത്തെടുത്ത് ഇതാണ്. ഇതിൽ ഫെർമെൻറ്റഡ് ആയിട്ടിരിക്കുന്ന എനിക്ക് സങ്കടമായിപ്പോയി കേട്ടോ, അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. കാരണം ഞാൻ വിചാരിച്ചു ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുന്നു, പക്ഷേ ബൈ മിസ്റ്റേക്ക് ചെയ്തില്ല ഞാൻ. ഇതേ നല്ല മാവ്. ഇനി നിങ്ങൾക്ക് ലൂസായിട്ട് വേണം, ഈ പരുവം മതി അപ്പത്തിന്. ഇനി ലൂസായിട്ട് വേണമെങ്കിൽ പാല് ചേർക്കാം കേട്ടോ. പാല് ചേർക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ടാണ് പാല് ചേർക്കുന്നത്. ഫുള്ള് പാല് ചേർത്ത് വെക്കരുത്. ഒരു 1.5 ടീസ്പൂൺ പോലെ ഉപ്പ് ഇടുന്നുണ്ട്. ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോഴും നമ്മൾ ഇളക്കി കോരണേ. അപ്പവും ദോശയ്ക്കൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ അരി താഴെ അടിയും. അടിഞ്ഞ് അവസാനം വരുന്ന ദോശയ്ക്കോ അപ്പത്തിനോ ഒന്നും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ആദ്യത്തെ അപ്പം ചൂടാം. അടച്ചു വെച്ച് അങ്ങനെ ഇരുന്ന് വേകട്ടെ കേട്ടോ. കല്ലിലും ചുട്ടെടുക്കുക കേട്ടോ. നമ്മൾ കള്ളും ഒഴിച്ചിട്ടില്ല, ഈസ്റ്റ് ഒഴിച്ചിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഒരു പിടി ഉഴുന്ന് മാത്രമാണ് ചേർത്തേക്കണം. അപ്പം നല്ല ടേസ്റ്റി അപ്പം. ഇതിനകത്ത് ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല, വെറും ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉഴുന്നുണ്ട്,
പിന്നെ ഇത് ചോറ് ചേർക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. ഒരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ ചോറ് മതി കേട്ടോ, അല്ലെങ്കിൽ പശ കൂടുതലാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും അപ്പവും നിങ്ങൾ ട്രൈ ചെയ്യണം. ക്രിസ്മസിന് ഈ പ്രാവശ്യം നമുക്ക് ഈസ്റ്റ് ഇല്ലാത്ത അപ്പം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ല. അപ്പോൾ ടാറ്റാ.